എല്ലാവർക്കും എൻ്റെ കെട്ടിടയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ എന്താ എൻ്റെ മേക്കപ്പ് ബോക്സ് ഒക്കെ എടുത്തിവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ നിന്നുള്ള സാധനം കൊണ്ടാണ് ഞാൻ ഒരുങ്ങാൻ പോകുന്നത്. അപ്പം ഞാൻ ഇന്നലെ മേടിച്ച ലിപ്സ്റ്റിക് ഒക്കെ ഇതാ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ലാക്ടോകലാമിൻ്റെ ഫേസ് ടോണറാണ് ഗൈസ്. ഇത് നല്ല സ്മെല്ലാണ് ഗൈസ്, നല്ലതാണ്. ഞാനിത് അടിക്കാം. ഇത് തീരാറായിട്ടുണ്ട്. അപ്പം ഇനി എനിക്ക് അടുത്ത കുപ്പി മേടിക്കും. അതിൻ്റെ എപ്പോൾ ഇതൊന്ന് ഉണങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തത് പറയാം ഗൈസ്. ഞാൻ എന്താണ് ഈ ഒരു ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്കായിരുന്നു ഫസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഷുഗറിൻ്റെ ഇത് ആദ്യമൊക്കെ എനിക്ക് സ്യൂട്ട് ആവുമായിരുന്നു. ഇപ്പം എനിക്കതങ്ങോട്ട് ചേരാത്ത പോലെ തോന്നല്. പിന്നെ വേണ്ട ഈ ഒരു ലിപ് ഗ്ലോസ്, ഇത് നല്ല മണം കേട്ടോ, അടിപൊളിയാണ്. ഇതെനിക്ക് മേക്കപ്പ് സെറ്റിനകത്ത് നിന്ന് കിട്ടിയതാണ് ഈ ലിപ് ഗ്ലോസ്. പിന്നെ ഇത് നല്ല സാധനമാണ്. ഇതിൻ്റെ പുറകുവശത്ത് മസ്കാരയുണ്ട്, ഫ്രണ്ട് വശത്ത് ഒരു ലൈനർ ഉണ്ട് ഗൈസ്. അപ്പം ഇതിന് 2 യൂസാണ്. അത്യാവശ്യം നല്ല കളറാണ് ഗൈസ്. ഈ കണ്ടോ, പോകത്തുമില്ല. പിന്നെ തന്നെ ഈ ഒരു ലിപ് ബാമിനെ കുറിച്ച് എനിക്കിത് ഡീകൺസ്ട്രക്റ്റിൻ്റെ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും ക്ലിയർ ആവുന്നില്ലേ. ഡീകൺസ്ട്രക്റ്റിൻ്റെ ഇത് എനിക്ക് അങ്ങോട്ട് വർക്ക് ചെയ്യുന്നില്ല. എൻ്റെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആകുന്നൊരു വിഷയം ഉണ്ടായിരുന്നു. ഇത് തേച്ചിട്ടൊന്നും വലിയതായിട്ട് മാറുന്നില്ല, അതാണ് വിഷയം. അപ്പം എന്താ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ക്രീമാണ് ഗൈസ്. ഇത് നല്ലതാണ്. നമ്മുടെ ഫേസിലെ ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോകാനായിട്ട് എനിക്ക് വർക്കാവുന്നുണ്ട്. എല്ലാവരുടെയും സ്കിൻ ഒരുപോലല്ലോ, അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക. പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ട്രൈ ചെയ്യുക. ഇത് നല്ലയാ, പോവുകയൊക്കെ ചെയ്യും. എൻ്റെ മുഖത്ത് ഇവിടെയൊക്കെ കുരു ഉണ്ടായിരുന്നു. ആ കുരു വന്ന പാടൊക്കെ ഏകദേശം മാറിയിട്ടൊക്കെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കുഞ്ഞു കുത്തി പൊട്ടിച്ചിട്ട് ഒന്ന് കറുപ്പാണ് ഗൈസ്. അത് കുറച്ച് താമസം എടുക്കും മാറാൻ. എൻ്റെ കൈ ഇങ്ങനെ ചുമ്മാതിരിക്കുമ്പോൾ ഇങ്ങനെ കരുവിരിക്കും. എന്തൊക്കെ ഇങ്ങനെ കുത്തി പൊട്ടിക്കും. എന്തോ അപ്ലൈ ചെയ്താലും കഴുത്തിലൂടെ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇടയ്ക്ക് എൻ്റെ കഴുത്ത് ഭയങ്കരമായിട്ട് കറുത്തായിരുന്നു. ആ ടൈമിൽ കൊണ്ട് ചെക്ക് ചെയ്യിച്ചപ്പോൾ PCOD ഉണ്ടെന്ന്. ഇപ്പം PCOD ഒക്കെ നോർമലാണ്, കാരണം എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. അതൊന്നും വലിയ കാര്യമുള്ള കാര്യമില്ല. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് തേച്ച് വെട്ടിട്ടുണ്ട് ഗൈസ്. അത് നല്ലതായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതെനിക്ക് വലുതായിട്ട് വർക്ക് ആവുന്നില്ല എന്തോ. നേരത്തെ ഇത് താഴോട്ടും മേളിലോട്ടൊക്കെ ആവുമായിരുന്നു. ഇപ്പം ഇത് താഴോട്ടും മേളോട്ടൊന്നും ആവുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ മേളോട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നീക്കിയിട്ട് താഴോട്ട്. പിന്നെ ഈ സൺസ്ക്രീൻ ഇതിൻ്റെ 2ാമത്തെ ട്യൂബാണ്. ഫസ്റ്റ് ട്യൂബ് മേടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നിയെന്നല്ല, നല്ലതായിരുന്നു. പക്ഷേ ഇത് എൻ്റെ ഫേസ് ഭയങ്കര ഓയിലി ആക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അതെന്ത് പറ്റിയാന്ന് എനിക്കറിയത്തില്ല. ഫസ്റ്റ് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. സെക്കൻഡ് അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നേ ഇല്ല. നോക്ക്, ആ വാങ്ങിച്ച് ഇത് ഒട്ടുമിക്ക കാറ്റാണ്. അത് പകുതി യൂസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എൻ്റെ ഫേസിൻ്റെ ഇവിടെ എല്ലാം ഭയങ്കരമായിട്ട് ഓയിലി ആവുന്ന പോലെ. ഇതിടുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ പോലെ. ഞാനതൊക്കെ നിർത്തി. ഇപ്പം ഞാൻ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല.
നിങ്ങൾ ഏതെങ്കിലും സജസ്റ്റ് ചെയ്യും, ഞാനത് യൂസ് ചെയ്യാം. ഞാനത് വാങ്ങിച്ചിട്ട് വേണം റിവ്യൂ പറയാം, യൂസും ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അങ്ങനെ കണ്ണൊന്നും എഴുതാറില്ല. ഇനി പൗഡർ ഇടാം. പൗഡർ ഞാൻ യാഡ്ലിയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ യാഡ്ലി യൂസ് ചെയ്യാം. പിന്നെ ഇന്നെൻ്റെ ഗെറ്റ് റെഡി വിത്ത് മിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്തുവാന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഗൈസ്. ഓക്കെ, പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞു ഗൈസ്, ഇത്രയും മതി. ഇനി ഞാൻ കുടിക്കും. പിന്നെ എൻ്റെ ഫേവറേറ്റ് പൊട്ട്, കുറച്ച് ദിവസം ഈ പൊട്ടൊന്നും ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ, എല്ലാം തീർന്നു പോയായിരുന്നു. അപ്പം ഞാൻ മേടിച്ചാണ് ഈ ചെറിയ പൊട്ടും ഈ വലിയ പൊട്ടും. ഈ ചെറിയ പൊട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങ് ചെറുതായി പോയത് തോന്നി. അപ്പം ഞാൻ ഇച്ചിരി വലുതാക്കി. പൊട്ട് മതി. ഇനി നമുക്ക് ലിപ് പെൻസിൽ യൂസ് ചെയ്യാം ഗൈസ്. ഔട്ട്ലൈൻ വരച്ചു. ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് ഇതാന്ന് വിചാരിച്ചു. ഗൈസ്, അപ്പം നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു. ഇപ്പം പരിമളം വരുത്താൻ ബ്ലൂ ലേഡി ഇല്ല ഗൈസ്. ബ്ലൂ ലേഡി അവിടെയാണ്. തൽക്കാലം എൻ്റെ ഒരു ഫേവറേറ്റ് സ്പ്രേ ഞാൻ അതിലാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. തൽക്കാലം ഇതടിക്കാം. അത്യാവശ്യം നല്ല മണമാണ് ഗൈസ്. നമ്മൾ അതടിച്ചിട്ടുണ്ട്. ഇതും അതിൽ ഞാൻ ഇട്ട് വയ്ക്കണം. അപ്പോൾ എടുത്ത സാധനങ്ങളെല്ലാം തിരിച്ച് വെക്കണം എന്നുള്ളതാണ് സെക്കൻഡ് പണി. പിന്നെ ഒരുങ്ങാനായിട്ടൊന്നുമില്ല ഗൈസ്, എല്ലാം ആയി. ഇതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തേക്കാം. ഗെറ്റ് റെഡി വിത്ത് മീ ഇത്രയേ ഉള്ളൂ ഗൈസ്. എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാനപ്പോൾ ഇനി ഉടനെ തന്നെ അടുത്ത ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.